ശ്രീനാഥ് ബാസിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയാം. മഞ്ഞുമൽ ബോയ്സായി ചിദംബരം തിരഞ്ഞെടുത്ത ആ ഒരു ടീം ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയെ ഇത്രത്തോളം പ്രിയപ്പെട്ടതാക്കുന്നത്. സൗബിൻ, ഗണപതി, ബാലു, അരുൺ കുര്യൻ, ദീപക് ഇങ്ങനെ എല്ലാവരും തന്നെ അവർക്ക് ഓരോരുത്തർക്കും ലഭിച്ച ആ ഒരു കഥാപാത്രങ്ങളിൽ ജീവിക്കുക തന്നെയായിരുന്നു. അത്തരത്തിലുള്ള ഈ ഒരു സർവൈവൽ ത്രില്ലർ കാണാനായി വലിയൊരു യുവതാരനിര തിയേറ്ററുകളിൽ കണ്ടുമുട്ടിയതും സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതുമായ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. ഇത്രയധികം യുവതാരനിരകൾ തിയേറ്ററുകളിൽ ഒത്തുകൂടിയ മറ്റൊരു സിനിമ ഈ അടുത്ത ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പ്രിയ വാര്യർ, നസ്രിയ, കുഞ്ചാക്കോ ബോബൻ, പാർവതി തിരോത്ത് തുടങ്ങി നിരവധി താരങ്ങളാണ് സിനിമ കാണാനായി എത്തിയത്. എല്ലാവരും തന്നെ സിനിമയിലെ നായകന്മാരെ മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് എന്ന യഥാർത്ഥ നായകന്മാരെയും വാരിപ്പുണരുകയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലറിനൊപ്പം തന്നെ ഇത് സൗഹൃദത്തിന്റെ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ചെറുപ്പക്കാർക്ക് ഇത് ഹാർട്ട് ടച്ചിങ് ആകുന്നതും അതുകൊണ്ട് തന്നെയാണ്. സൗഹൃദത്തിന്റെ ജോണറിലുള്ള എല്ലാ സിനിമകളും മലയാളി പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം സുഹൃത്ത് ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്ന ഒരു കൂട്ടരാണ് നമ്മളിൽ പലരും. ഇനി നമുക്ക് എന്താണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് ഒന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ 22-23 വയസ്സെന്നൊക്കെ പറയുന്നത് ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും ഒരു നല്ല പ്രായം എന്നൊക്കെ നമുക്ക് പറയാം. എല്ലാം എൻജോയ് ചെയ്യേണ്ട ഒരു പ്രായം. ആ ഒരു പ്രായത്തിൽ കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്തു നിന്നും കുറച്ച് ചെറുപ്പക്കാർ 2006 കൊടൈക്കനാലിലേക്ക് യാത്ര പോവുകയാണ്. ആ യാത്ര ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തെ ഇത്രത്തോളം മാറ്റിമറിക്കുമെന്ന് അവരറിയുന്നു. ഗുണ കേവ് എന്ന ആ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിലാണ് അവരിൽ ഒരാൾക്ക് അപകടമുണ്ടായത്. കാലുവഴുതി അതിഭയാനകരമായ ഗുഹയിലേക്ക് അയാൾ വീഴുകയാണ്. എവിടെയാണെന്നോ എന്താണെന്നോ അറിയാതെ, ഒരു ശബ്ദം പോലും മനസ്സിലാക്കാൻ കഴിയാതെ കൂട്ടുകാർ പുറത്ത് പരിഭ്രാന്തരാകുകയാണ്. അത്തരത്തിലൊരു 11 ചെറുപ്പക്കാരുടെ ട്രൂ സ്റ്റോറി അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ മനം കവർന്ന മഞ്ഞുമൽ ബോയ്സ്. സിനിമ എന്തായാലും പ്രേക്ഷക ശ്രദ്ധ നേടുകയും അവരുടെ കയ്യടിയും നേടി മുന്നേറുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ട സുഭാഷായി ശ്രീനാഥ് ബാസി വളരെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അവരായി അഭിനയിക്കുകയല്ലായിരുന്നു, പകരം ഈ ഓരോരുത്തരുമായി അവർ ജീവിക്കുകയായിരുന്നു എന്നാണ് യഥാർത്ഥ നായകന്മാർക്ക് പറയാനുള്ളത്. എന്തായാലും 2024 എന്ന ഈ ഒരു വർഷത്തിൽ തുടക്കം എന്ന നിലയിൽ ഇറങ്ങിയ സിനിമകളൊന്നും സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഓരോ ദിവസം കടക്കും തോറും മഞ്ഞുമൽ ബോയ്സും ബോക്സ് ഓഫീസ് കളക്ഷൻ ഉയർത്തുകയാണ്. ഇതിനിടയിലുണ്ടായ റിലീസുമായി ബന്ധപ്പെട്ട തിയേറ്ററുകാരുടെ സമരം ഇനിയുള്ള സിനിമകളെ ബാധിക്കാതിരിക്കട്ടെ. നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.